ഹലോ, ലാസ്റ്റഡ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കേറ്ററ്റ് അറബിക്കിന് പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറബിക് കണ്ടൻറ്റിൻ്റെ ഭാഗങ്ങളാണ്. അതായത് അബ്ബാസിയ കാലത്തെ കവികളെക്കുറിച്ചാണ്. ഒരു 3 കവികളും അവരുടെ വിശേഷണങ്ങളുമാണ് ഇന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അവരുടെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ടതായിട്ടില്ല. സിമ്പിളായിട്ട് ആ വിശേഷണം വെച്ചിട്ട് തന്നെ ചോദിക്കാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 കവികൾ, അബൂ നവാസ്, അബൂ തമാം, ബുഖ്തരി, ഇവരുടെ വിശേഷണങ്ങളും ചില ഗ്രന്ഥങ്ങളും നമുക്ക് പഠിക്കാം. ഓക്കെ, ഒന്നാമതായി അബൂ നവാസ്. അബൂ നവാസ് നമുക്കറിയാം അബ്ബാസിയ കാലത്തെ കവിയാണ്. അബ്ബാസിയ കാലത്തെ കള്ളിൻ്റെ കവി എന്നറിയപ്പെട്ടിരുന്നത് അബൂ നവാസാണ്. കാരണം കള്ളിനെ വിശേഷിപ്പിച്ചുകൊണ്ട് കുറേയധികം കവിതകൾ എഴുതിയിട്ടുള്ളതുകൊണ്ട്. ഷാറുൽ ഹംറ് ഫിൽ അസ്റുൽ അബ്ബാസി. ഓക്കെ, അതാണ് അവിടെ പഠിക്കേണ്ട പോയിന്റ്. അടുത്തിനി അബൂ തമാം. അബൂ തമാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്ബാസിയ കാലത്തെ പ്രശംസയുടെയും വിലാപത്തിൻ്റെയും കവി എന്ന് വെച്ചാൽ ഷാറുൽ മദഹ് വ റിസാ ഫിൽ അസ്റുൽ അബ്ബാസി. അബ്ബാസിയ കാലത്തെ മദഹിൻ്റെയും റിസാഇൻ്റെയും കവിയാണ് ആര്? അബൂ തമാം. അബൂ തമാം മുഴുവൻ പേരെന്ന് പറയുന്നത് ഹുവ ഹബീബ് ബനു ഔസ് ബനു ഹാരിസുൽ ത്വായി. ഇതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഓക്കെ, ഹബീബ് ബനു ഔസ് ബനു ഹാരിസുൽ ത്വായി. അടുത്ത് അദ്ദേഹത്തിൻ്റെ അദബുകളാണ് ദീവാനു അബി തമാം, അടുത്ത് ദീവാനുൽ ഹമാസ. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ദീവാനുകൾ. ദീവാന് അബി തമാമും ദീവാന് ഹമാസ. ഓക്കെ, ഇനി അടുത്ത കവി അൽ ബുഖ്തരിയാണ്. ബുഖ്തരിയുടേത് അബ്ബാസിയ കാലത്തെ വർണ്ണനയുടെ കവി എന്നാണ് ബുഖ്തരി അറിയപ്പെടുന്നത്. ഷാറുൽ വസ്ഫ് ഫിൽ അസ്റുൽ അബ്ബാസി, വസ്ഫിൻ്റെ കവി. ഓക്കെ, അപ്പോൾ മൻഹോ ഷാറുൽ വസ്ഫ് ഫിൽ അസ്റുൽ അബ്ബാസി എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ 3-4 ഓപ്ഷൻ തരും. അൽ ബുഖ്തരി, അടുത്ത അബൂ നവാസ്, അബൂ തമാം, അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെഴുതണം? ബുഖ്തരി എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ ബുഖ്തരിയുടെ വേറെ ബുക്കുകളാണ് അദബുഹു, കിതാബുൽ ഹമാസ, കിതാബു മഅനി അശ്ശിഅർ, ദീവാനുൽ ബുഖ്തരി. ഇത് 3 പ്രധാനപ്പെട്ടത് ബുഖ്തരിയുടെ ഗ്രന്ഥങ്ങളിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത്രയും പഠിക്കുക. എന്തായാലും നിങ്ങൾക്ക് കേറ്ററ്റ് എക്സാമിന് ഇത് പ്രയോജനപ്പെടും. എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഇതും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഇപ്രാവശ്യം തന്നെ നേടിയെടുക്കുക.